പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരെങ്കിലും ഇങ്ങനെയൊരു ജീവിനെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് പൊന്നുടുമ്പെന്നാണ്. പക്ഷേ ഞാനൊന്നല്ല, ഞാൻ പലരെ ഇത് കാണിച്ചെങ്കിലും ഇവരെല്ലാം ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്. പാമ്പിൻ്റെ പടം പൊഴിക്കുന്നത് നമ്മൾ പടം പൊഴിച്ച് പടവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊന്നുടുമ്പിൻ്റെ പടം പൊഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തേനും ആ പടമൊക്കെ പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മേത്തെ ചെളിയെല്ലാം അങ്ങ് പോയിട്ട് എന്നാ സുന്ദരം സ്വർണ്ണ കളറിലാണ് അവനുള്ളത്. അത് അവിടുന്ന് എങ്ങോട്ടും പോകില്ല. ഇത് എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നതെന്ന് അറിയത്തില്ല. രാവിലെ ഞാൻ അവിടെ തിണ്ണ അടിച്ചു വാരാനായിട്ട് ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന കണ്ടതാണ്. ഉണ്ടോ അതിൻ്റെ വാലും ഇതൊക്കെ. ഞാനത് കുറച്ച് അതിനെ സഹായിച്ചൊന്ന് പൊളിച്ചതാണ്. പക്ഷേ നമ്മളത് പൊളിക്കുമ്പോൾ അതിന് ഭയങ്കര വേദനയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടത് നമ്മളെ കൊണ്ട് അങ്ങനെ തൊടിയിപ്പിക്കത്തൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് എന്നാൽ ഇത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെന്ന് ഓർത്തുകൊണ്ടിട്ട് ഞാൻ അതിനെ കുറച്ചങ്ങ് പൊളിച്ചതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതിപ്പം പോകുന്നില്ല. അതിൻ്റെ ശരീരത്തിലേത് മുഴുവൻ പൊളിഞ്ഞാലേ അത് പോകുള്ളൂ തോന്നും. ഇപ്പം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റില്ല, ഈ പടം ഇങ്ങനെ ഇതിലിരിക്കുന്നത് കൊണ്ട്. ഉണ്ടോ, എൻ്റെ ശല്യം കാരണം അത് ഓടി അത് അതിൻ്റെ അരികിൽ ഇച്ചിരിയൊക്കെ ഓടാൻ പറ്റുള്ളൂ, ഒത്തിരിയൊന്നും അതിന് ഓടാൻ പറ്റില്ല. ഇത് മുഴുവൻ അതൊക്കെ ഞാൻ പയ്യെ കിള്ളി പൊളിച്ചെടുത്തതാണ് കേട്ടോ. പക്ഷെ അതിന് വേദനയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഭയങ്കര സങ്കടത്തിലാണ് ഉള്ളത്. ഞാൻ പിന്നെ ഇതൊന്ന് മുഴുവൻ പൊളിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ ഞാനൊന്ന് വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഒന്ന് നോക്കിക്കേ, പാവം. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. അതിൻ്റെ എന്തോ ഒരു കാലഘട്ടം, ഈ പുഴുവിൻ്റെയൊക്കെ കാലഘട്ടം മാതിരി ആണെന്ന് തോന്നുന്നു. ഏതായാലും അതങ്ങനെ ഇരിക്കുകയാണ്. ഞാനതിലൊന്ന് തൊടുമ്പോഴത്തേനും അത് ദയനീയമായിട്ട് എന്നെ ഒരു നോട്ടമുണ്ടോ. ഞാനതൊന്ന് പൊളിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. എൻ്റെ പുള്ളിക്കാരനത് ലെവലേശം പോലും ഇഷ്ടപ്പെട്ടില്ല ഞാനതേ തൊട്ടിട്ട്. ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടോയെങ്കിൽ ഒന്ന് പറയണേ. എൻ്റെ വാലയിൽ ഇത് കണ്ടോ, വാലൊക്കെ ഇരിക്കുന്ന കണ്ടോ, അങ്ങനെയാണ്. അത് പൊളിഞ്ഞിരിക്കുക. അത് ഞാൻ പൊളിച്ചതല്ല കേട്ടോ. അത് ഇങ്ങനെ പൊളിഞ്ഞ് അതങ്ങനെ ഇരിക്കുന്നതാണത്. നമ്മളെ കണ്ടോ, വായതായി തൊടുമ്പത്തേനും അത് കിടന്ന് പിടയ്ക്കുന്ന കണ്ടോ. നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. എന്നതാണോ എന്തോ. ഏതായാലും ഇത് പൊന്നുടുമ്പാണെന്നറിയാം. ഇതിപ്പോൾ നമ്മുടെ തിന്നൽ ഇതിവിടെ സ്ഥിരതാമസക്കാരനാണ്. ഇത് മുട്ടയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളിവിടെ കാണാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊരവസ്ഥ ആദ്യം കാണുന്നതാണത്. ഇതിങ്ങനെയോ താഴെ വീണ് പോയി അങ്ങനെ നമ്മളിത് കണ്ടതാണ്. അല്ലെന്നേരം നമ്മളിങ്ങനെയൊന്നും ഇത് കാണുമെന്ന് തോന്നുന്നില്ല, കണ്ടിട്ടില്ല ഇതുവരെ. എന്തേലും ആട്ടെ. ആ കയ്യേലെ ഗ്ലൗസ് ഇട്ട മാതിരിയാണ് കയ്യേലൊക്കെ തൊലി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനത് പയ്യെ ഇങ്ങോട്ട് പൊളിച്ചെടുത്തതാണ്. പക്ഷേ അതിന് നല്ല വലിയ വേദനയുണ്ട്. അത് ഏറ്റു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് കിടന്നിടത്ത് കിടക്കുവാണ്. ഇത് വരെയുമായിട്ടും അത് എങ്ങോട്ടും പോയില്ല. വെള്ളം കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല. ഏതായാലും തമ്പുരാൻ്റെ ഒരു പദ്ധതി, ഓരോ ജീവികളെ ജനിപ്പിക്കുമ്പോഴും ഓരോ ജീവികളായാലും എന്തായാലും അതുങ്ങളുടേതായ സംരക്ഷണവും സൗന്ദര്യവും. ഇതിപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണ കളറാണ്. അത് കല്ല് പതിപ്പിച്ചതുപോലെയാണ് അതിൻ്റെ